നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. എയർ ഇന്ത്യ എക്സ്പ്രസ് സമരം അവസാനിപ്പിച്ചു. ജീവനക്കാരും മാനേജ്മെന്റും തമ്മിലുള്ള ചർച്ച വിജയം. പിരിച്ചുവിട്ട ജീവനക്കാരെ തിരികെ എടുക്കാൻ ധാരണ. അവധിയിൽ പോയ ജീവനക്കാർ തിരികെ എത്തും. ഡ്രൈവിംഗ് ടെസ്റ്റ് പുനരാരംഭിക്കാൻ മോട്ടോർ വാഹന വകുപ്പ്. തീയതി ലഭിച്ച അപേക്ഷകർ സ്വന്തം വാഹനവുമായി എത്താൻ നിർദ്ദേശം. KSRTCയുടെ സ്ഥലത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തും. പോലീസ് സംരക്ഷണം ഉറപ്പാക്കാനും RTOമാർക്ക് നിർദ്ദേശം. +2 VHSC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. +2 വിജയശതമാനം 78.69. കഴിഞ്ഞ വർഷത്തേക്കാൾ 4.26% കുറവ്. 39,242 പേർക്ക് മുഴുവൻ വിഷയത്തിലും A+. സർക്കാർ സ്കൂളുകളുടെ മോശം പ്രകടനത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ മന്ത്രി. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വേണ്ടിവരില്ലെന്ന് KSEB. വൈദ്യുതി പ്രതിസന്ധി നിയന്ത്രണ വിധേയമെന്ന് വിലയിരുത്തൽ. മേഖലാ നിയന്ത്രണം ഫലം കണ്ടു. കുറച്ച് സ്ഥലങ്ങളിൽ നിയന്ത്രണം തുടർന്നേക്കും. തേഞ്ഞിപ്പലം പോക്സോ കേസിൽ പോലീസിനും പ്രോസിക്യൂഷനുമെതിരെ കുടുംബം. പ്രതികളെ വെറുതെ വിടാൻ കാരണം പ്രോസിക്യൂഷന്റെ വീഴ്ച. തുടക്കം മുതൽ പോലീസ് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു. കുട്ടീൻ്റെ മനസ്സിലും എൻ്റെ മനസ്സിലും ഒക്കെ മനസ്സിന് വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള വേശ്യാന്ന് മുദ്ര കുത്തിയിട്ടും വിളിച്ച് പറഞ്ഞിട്ടും പിന്നെ കുട്ടീനോട് ഒരു പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള സംസാരം വരെ CI അലവീൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിന്. അതൊക്കെ മൊഴിയിൽ തന്നെ പച്ചയിൽ എഴുതി വെച്ചും ചെയ്തിക്കണ്. അതൊക്കെ കൊടുത്തതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചെന്നും മാതാവ് കേരള വിഷൻ ന്യൂസിനോട്. അന്തിക്കാട് പോലീസിനെതിരെ വീണ്ടും 3ാം മുറ ആരോപണം. കസ്റ്റഡിയിലെടുത്തവരെ കരിക്കുപയോഗിച്ച് മർദ്ദിച്ചതായി പരാതി. 2 CPM പ്രവർത്തകർ അടക്കം 6 പേർക്ക് പരിക്ക്. ക്ഷേത്രങ്ങളിൽ നിന്ന് അരളിപ്പൂവ് ഒഴിവാക്കാൻ ദേവസ്വം ബോർഡുകൾ. നിവേദ്യ സമർപ്പണം, അർച്ചന, പ്രസാദം തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. പൂജയ്ക്ക് ഉപയോഗിക്കുന്നതിൽ തടസ്സമില്ലെന്ന് ബോർഡ്